Nirapara Malayali Vitama, presented by Chunga Jewelry, co-branded by Sera and Shagundala Herbal Hair Tone in ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. Flowers celebrating motherhood. Malayali Vitama. മലയാളി വീട്ടമ്മയുടെ വേദിയിലേക്ക് ഇനി അടുത്തതായി വരാൻ പോകുന്നത് ഒരു കപ്പിൾ റൗണ്ടിന് വേണ്ടി നമ്മുടെ ഒരു സെലിബ്രിറ്റി കപ്പിൾസ് തന്നെയാണ്. നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ബേസിൽ ആൻഡ് സുമ. രാവിലെ കുളിച്ചു കഴിഞ്ഞാൽ തലമുടിയൊക്കെ ഒന്ന് ചെയ്യാമല്ലേ? തലമുടി ചീകണം എന്ന് ഞാൻ വിചാരിച്ചതാ. പിന്നെ ഇപ്പൊ നിങ്ങൾ വന്ന് നിങ്ങൾ അധികം സമയം ഇവിടെ നിർത്താൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിച്ച ബുദ്ധിമുട്ടാവില്ല വിചാരിച്ച് ഞാൻ വേഗം പോന്നാ. എനിക്ക് വെയിറ്റ് ഉണ്ടെന്നുള്ളു, വെയിറ്റ് ചെയ്യണ യാതൊരു ബുദ്ധിമുട്ടില്ല. ഇല്ലല്ലേ, സാരല്ല, അടുത്ത പ്രാവശ്യം ചെയ്തിട്ട് വരാട്ടോ. നന്നായിട്ടില്ല ആടാ, ഇത് തള്ളിയതല്ലോ അല്ലേ, ഞാൻ വിശ്വസിച്ചു. ആണല്ലേ? അപ്പൊ നിങ്ങൾ ഇന്നും മത്സരിക്കാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ഒരു കപ്പിളിനോട് തന്നെയാണ്. ഇത്രയില്ല, എന്തായാലും ഇല്ല. പക്ഷെ ഒരു ഗുണമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളാണ് മത്സരിക്കാൻ വരുന്നതെന്ന് പറഞ്ഞപ്പോ തന്നെ ആള് പറഞ്ഞു നേരിട്ട് സ്റ്റേജിൽ വരുന്നില്ല, ഞാൻ സ്കൈപ്പിൽ കൂടെ സംസാരിച്ചോളാം. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചേട്ടനെ വീട്ടിൽ സ്കൈപ്പിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ന് ഈ വേദിയിലേക്ക് നിങ്ങളോട് മത്സരിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ് രാജി, ഒപ്പം സ്കൈപ്പിലൂടെ രാജിയുടെ ഭർത്താവ്. സോ രാജി, എന്തുണ്ട് വിശേഷങ്ങൾ? വിശേഷം സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് ദുബായിലൊന്ന് പോയിരുന്നു. പ്രോഗ്രാം തുടങ്ങിയിട്ട് ഇപ്പോഴാണൊന്ന് പോകാൻ പറ്റിയത്. പോയി മലയാളി വീട്ടമ്മയ്ക്ക് അവിടെ ഭയങ്കര റെസ്പോൺസാണ്. ഒരുപാട് പേര് നമ്മളെ തിരിച്ചറിയുന്നു, വന്ന് സംസാരിക്കുന്നു. ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് ശരിക്കും ഈ മലയാളി വീട്ടമ്മയുടെ റെസ്പോൺസ് അറിയണമെങ്കിൽ ദുബായിക്ക് വരണം. അതെ, ശരിയാണ്. നമ്മള് രാജിയുടെ ഹസ്ബൻഡ് മനുവിനെ കണക്ട് ചെയ്യാൻ പോവാണ് ദുബായിൽ നിന്ന്. അദ്ദേഹം ഇപ്പൊ സ്കൈപ്പിലാണ് നിങ്ങളോട് മത്സരിക്കാൻ വേണ്ടിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഹലോ മനു, താങ്കൾ മരുഭൂമിയിലാണെന്ന് പറഞ്ഞിട്ട് ഇതേതോ പച്ചപ്പിനകത്ത് പോയിരിക്കുകയാണല്ലോ. അല്ലല്ല, ഇത് ഞാനൊരു മീറ്റിംഗ് റൂമിൽ കയറിയിരിക്കുന്നതാ, പ്രൈവസി ഉള്ള സ്ഥലത്ത് ഇരിക്കാന്ന് വെച്ചു. ഓഹോ, അപ്പൊ നമ്മുടെ കൂടെ മത്സരിക്കാൻ പോകുന്ന ആൾക്കാരെ കണ്ടോ? കണ്ടു. ഇത് ബേസിലിന്റെ വൈഫ് സുമ, അവരാണ് ഈ കപ്പിൾ റൗണ്ടിൽ നിങ്ങളോട് മത്സരിക്കാം. റെഡി അല്ലേ? സോ നമ്മുടെ കൂടെ വിദേശത്ത് നിന്ന് ശരിക്കും ഒരു പ്രവാസിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നിട്ട് ഈ പ്രവാസിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? നമ്മുടെ ബേസിലേട്ടനൊരു നടനാണ്, അദ്ദേഹം നല്ലൊരു സിംഗറാണ്, വേറെ ഒരുപാടുണ്ട്, ഞാൻ വഴിയെ പറയാം. എന്തായാലും ഇത്ര ഈ ഒരു സന്തോഷത്തിന്റെ പുറത്തൊരു പാട്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണ കിളിക്കൂടു പോലുള്ളൊരു 4 കാലോല പുരയുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നോമ്പും നോറ്റന്നെ കാത്തിരിക്കും വാൾ പൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്. നോമ്പും നോറ്റന്നെ കാത്തിരിക്കും വാൾ പൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്. ചാമ്പയ്ക്ക ചുണ്ടുള്ള ചന്ദന കവിലുള്ള ചാരുളി കണ്ണുള്ള പെണ്ണുണ്ട്. ചാമ്പയ്ക്ക ചുണ്ടുള്ള ചന്ദന കവിലുള്ള ചാരുളി കണ്ണുള്ള പെണ്ണുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. സീമ ചേച്ചി, ഈ പാട്ട് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്ന ഒരാള് സീമ ചേച്ചിയാണ്. എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ വന്നോ അപ്പോഴേക്കും? ആർക്ക് വേണ്ടിയാ പാടിയത് മനസ്സിലായില്ല. ആർക്ക് വേണ്ടിയാ പാടിയേ? വീട്ടിൽ അത്താഴം മുടങ്ങാതെ സൂക്ഷിക്കണമല്ലോ. കേട്ടോ നന്നായിരുന്നു, നന്നായി പാടിയിരുന്നു, നന്നായിരുന്നു. നമ്മള് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. നിങ്ങളുടെ ഭാര്യ ഉണ്ടാക്കിയാല് ഈ താഴെ പറയുന്നതിൽ ഏത് വിഭവമാണ് നന്നാവാത്തത്? ഓക്കെ, 4 ഓപ്ഷൻ തരാം. സിമ്പിൾ. ഒന്ന് അവിയൽ, ഒന്ന് മീൻകറി,
അടുത്തത് തീയൽ, അല്ലെങ്കിൽ ഒന്നും നന്നാവാറില്ല. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ സമ്മതിച്ചേ പറ്റുള്ളൂ. അവിയൽ, മീൻകറി, തീയല്, ഇതൊന്നും നന്നാവാറില്ല. എഴുതി കഴിഞ്ഞോ? അതൊക്കെ എപ്പോഴേ കഴിയും. നമുക്ക് സ്കൈപ്പിൽ നമ്മുടെ പ്രവാസിയോട് നമുക്ക് ആദ്യം ചോദിക്കാം, എന്ത് ഭക്ഷണമാണ് ഭാര്യ ഉണ്ടാക്കിയാല് അത്ര നന്നാവാത്തത്? മനു, കുഴപ്പിക്കുന്ന ചോദ്യമാണ്. അതെന്താ എല്ലാ പ്രശ്നമാണോ? അല്ലല്ല, അങ്ങനല്ല. വലിയ കുഴപ്പമില്ലാതെ കുക്ക് ചെയ്യുന്ന ഒരാളാ. പിന്നെ ഈ പറഞ്ഞ കൂട്ടത്തില് മീൻകറി കുഴപ്പമൊന്നുമില്ല, മീൻകറി അടിപൊളിയാ. അവൾ എഴുതിയിരിക്കുന്ന ചിലപ്പോ തീയലാവാനാണ് സാധ്യത. ആണോ? രാജി ഇങ്ങോട്ട് നോക്കിയാ മതി കേട്ടാ. ഉറപ്പിച്ചോ? ഒരു തരം, 2 തരം, 3 തരം? തീയലോ അവിയലോ അതിലേതെങ്കിലും തീയലോ അവിയലോ അതിലേതെങ്കിലും തീയലോ അവിയലോ അതിലേതെങ്കിലും ഒന്ന് ഉറപ്പിക്ക്. തീയൽ ഉറപ്പിച്ചു. പക്ഷേ രാജി എഴുതിയിരിക്കുന്ന ഉത്തരം എന്താണ്? രാജി എഴുതിയിരിക്കുന്ന അവിയൽ എന്നാണ്. ടാസ്ക് രാജിക്ക് കൊടുത്താൽ മതി. എന്നാ ശരി, നമുക്ക് രാജിക്ക് ടാസ്ക് കൊടുക്കാം. രാജി അവിയൽ ഉണ്ടാക്കി പഠിച്ചിട്ട് പോയാ മതി. അതെങ്ങനെയാണ് അല്ലെ? അങ്ങനെ ടാസ്ക് കൊടുക്കാം നമുക്ക്. ഞാൻ അവിയൽ ഉണ്ടാക്കിയപ്പോ അങ്ങനെ പറഞ്ഞിട്ടുള്ളതാ. എനിക്കത് നല്ല ഓർമ്മയുണ്ട്. എന്നുവെച്ചാ ഇടയ്ക്ക് വെള്ളം ഇങ്ങനെ കൂടി പോയായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഞാൻ അല്ല, അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കിയപ്പം ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇവരോടാണ് ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുക. എനിക്ക് തോന്നുന്നു ബേസിലായിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യും അല്ലേ? ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് കുക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ പിന്നെ ഇത് കുറച്ച് കുഴപ്പിക്കുന്ന ചോദ്യം തന്നെയായിരിക്കും. എന്നാലും ഇവള് ഇതെല്ലാം നന്നായിട്ടുണ്ടാക്കും. പക്ഷെ തമ്മിൽ മോശം എന്ന് പറയുന്ന സാധനം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള അവിയലാണ്. കൊടുകൈ. റൈറ്റ് ആൻസർ. ഈ പറഞ്ഞതില് മീൻകറിയിലും തീയലിലും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു മോശം എന്ന് പറയുന്നത് അവിയലാണെന്നാണ് അവര് പറഞ്ഞത്. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അല്ല, എന്താ ചേച്ചി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും നല്ലത്? ചേട്ടയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറി എന്ന് പറഞ്ഞാൽ ചക്കക്കുരു മാങ്ങയും. ചേട്ടൻ കൊടുകൈ. ചക്കക്കുരു കുറച്ച് മുരിങ്ങക്കായും കൊണ്ട് ഇടണം അല്ലേ? അല്ല, അത് ശരിക്കും ചക്കക്കുരു മാങ്ങയൊക്കെ ഉണ്ടാക്കി മുരിങ്ങക്കായൊക്കെ ഉണ്ടാക്കിയിട്ട് അവൻ രാത്രി ഉണ്ടാക്കി രാവിലെ ആകുമ്പോഴത്തേക്കും അവന്റെ ഒരു വളിപ്പ് ആരംഭിക്കും. അതാണ് വളിക്കാൻ തുടങ്ങുമ്പോ അതിൻ്റെ അകത്തേക്ക് ഒരു കാന്താരി മുളക് ഒരു 4-4 അങ്ങോട്ട് പൊട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ സത്യം എന്റെ ഫേവറേറ്റ് ഐറ്റം ആണ്. ബീഫ് ഫ്രൈ മാറ്റി വെച്ചിട്ട് ചക്കൂര് വാങ്ങി കഴിക്കും. എത്ര ദൂരെ പോയിട്ടുണ്ടെങ്കിലും ഇപ്പൊ വഴക്കൂടി ഇരിക്കുകയാണെങ്കിൽ ആ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ വഴക്കും മാറും, ഓടി വരും ചെയ്യും. ചക്കക്കുരു മാങ്ങയാണ് വഴക്ക് കോംപ്രമൈസ് ചെയ്യാനുള്ള മാർഗം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ രാജി? അല്ല, മനുവിന്റെ ഫേവറേറ്റ് കപ്പയും മീൻകറിയാണ്. കപ്പയും മീൻകറിയും ഹൃദയത്തിലേക്കുള്ള ഡോറിൽ കപ്പയും മീൻകറിയും കൊണ്ട്. സോ ഇവരുടെ വിശേഷം കേട്ടു. ഇവർ റൈറ്റ് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. ഇവര് അടുത്തൂടെയൊക്കെ പോയെങ്കിലും ചെറിയൊരു ഭാഗ്യക്കേടുണ്ട് അല്ലെ? റോങ് ആൻസറിലേക്കാണ് പോയത്. അതുകൊണ്ട് നമുക്ക് പണിഷ്മെന്റ് കൊടുക്കാം അല്ലേ? അതെ. ആർക്കാ പണിഷ്മെന്റ് വേണ്ടത്? നല്ല ഭർത്താവ് അവിടെ നിന്ന് ചൂണ്ടുന്നു. അപ്പൊ മനുവിന്റെ ആഗ്രഹപ്രകാരം നമ്മൾ ഈ ടാസ്ക് അല്ലെങ്കിൽ ഈ ഒരു പണിഷ്മെന്റ് കൊടുക്കാൻ പോകുന്നത് രാജിക്കാണ്. രാജിക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. രാജി നന്നായിട്ട് പാട്ട് പാടും. രാജി നല്ല സിംഗറാണ്. നമുക്ക് പാട്ട് ആദ്യം സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ടാസ്ക് എന്നുള്ളത് പറയാം. ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ. മനു, നല്ലൊരു പാട്ട് ഭാര്യ പാടാൻ പോവാണ്. ഇതിപ്പോ റിഹേഴ്സൽ മാത്രമായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ശരിക്കും പാട്ടിലേക്ക് പോവാം. റെഡി അല്ലേ രാജി? രാജി പാട്ട് പാടാൻ പോവാണ്, അതും ഐസിൽ നിന്നോണ്ട്. ഐസിലോ? 4 ലൈൻ കുറച്ച് ഐസ്. മനു അല്ലേ പറഞ്ഞ രാജിക്ക് ടാസ്ക് കൊടുക്കാൻ? ചെരുപ്പിട്ട് നിന്നാ മതി. അങ്ങനത്തെ സൊല്യൂഷൻസ് ഒന്നും ഇവിടെ വിലപ്പോവില്ല. അപ്പൊ ആരെവിടെ? ഐസ് ഇവിടെ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു,
അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. എങ്ങനെയുണ്ടായിരുന്നു മനു? പാട്ട് എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നോ? നന്നായി പാടി. ഞാൻ വിചാരിച്ചില്ല ഇത്ര നന്നായി പാടുമെന്ന്. ഐസിന്റെ മേളിൽ നിന്നിട്ട് പാടുമെന്ന് വിചാരിച്ചില്ല. ആ, അങ്ങനെ ഐസിന്റെ മുകളിൽ നിന്നിട്ട് ഇത്ര നന്നായിട്ട് പാടും എന്ന് വിചാരിച്ചിട്ടില്ല. ഒരു പാട്ടും കൂടെ പാടിക്കണോ? വേണ്ട സാധാരണ രീതി വേണമെങ്കിൽ പഠിച്ചു. സാധാരണ രീതിയിലാണെങ്കിൽ പഠിച്ചോ. സീമ ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? പാടിപ്പോ മുഴുവനും ഭർത്താവിനെ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങേരുടെ എക്സ്പ്രഷൻ എന്താ വെച്ചാല് ദുഃഖവും സന്തോഷവും. ഞാൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞേ, അവിയലല്ല തീയലാണെന്ന് എന്തിനാ പറഞ്ഞെന്ന് ആ എക്സ്പ്രഷൻ മുഴുവനും ആ കുറച്ച് സമയത്തിന്റെ ഉള്ളിൽ കിട്ടി. ആണോ ഇല്ലയോ? സത്യം. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് നല്ല മനോഹരമായ ആചാരം എന്ന് വേണേ പറയാമെന്ന്. പക്ഷെ ഇത് നിൽക്കുന്ന കണ്ടപ്പോ കുറച്ചൊരു ആ സ്നേഹം മുഴുവനും ആ മുഖത്തിൽ കണ്ടു ഞാൻ. നന്നായിരിക്കുക. ഓക്കെ, മഞ്ഞിൽ നിന്ന് പാടിയാലും കുഴപ്പമില്ല അല്ലേ? പാടിയവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും. അസലായി പാടി, നന്നായി പാടി. രാജിയുടെ മനോഹരമായ ആ ഒരു പാട്ടിന് ശേഷം നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. മനു, ഓൾ ദി ബെസ്റ്റ്. ശ്രദ്ധിച്ച ആൻസർ എഴുതണം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഭാര്യയുടെ വീട്ടുകാരെ പറ്റി ഭർത്താവ് എപ്പോഴും പറയുന്ന ഒരു പരാതി. സുമചേച്ചി എല്ലാം പടപട കഴിഞ്ഞു. അപ്പോ രണ്ടുപേരും എഴുതി തന്നിട്ടുണ്ട്. നമുക്ക് ഇവരെടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്താണ് ഭാര്യ വീട്ടുകാരെ കുറിച്ച്? ശരിക്കും എന്റെ ഭാര്യ വീട്ടുകാരെ കുറിച്ച് ഞാൻ അങ്ങനെ വലിയ പരാതി പറയാറില്ല. പിന്നെ രണ്ട് കാര്യത്തിലാണ് ഞാൻ പരാതി പറയാറുള്ളത്. ഓക്കെ, അതിലെ ഒന്ന് പിശുക്ക്, രണ്ട് കാറെ കയറി എ സി ഇടില്ലാത്തത്. ഇതിൽ രണ്ടിലേതെങ്കിലും ആവാനാണ് തരം. കാറിൽ കയറി എ സി ഇട്ടില്ല, അത് പിശുക്കിന്റെ ഭാഗം അല്ല, അതുകൊണ്ടല്ല. അവർക്ക് അങ്ങനെ എ സി ഇട്ട് പോകണത് നല്ല ഇഷ്ടം. എനിക്ക് എ സി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയല്ല, ഈ ഇപ്പൊ എന്റെ ഒരു വിസ്തീർണത്തിന് എന്തോരം തണുപ്പുണ്ടായില്ല. അപ്പൊ അത്രയും തണുപ്പ് എനിക്ക് ഇവിടുന്ന് കിട്ടണല്ലോ. അതുകൊണ്ട് എനിക്ക് എ സി ഇട്ട് പോണേ. എനിക്ക് ചൂട് കൂടുതലായിരിക്കും, ഈ മണ്ണം എനിക്ക് അതുകൊണ്ട് എ സിയിലാ പോണ ഇഷ്ടം. പക്ഷെ അവര് പക്ക കർഷകരും പ്രകൃതിയോട് ജീവിക്കുന്നവരാണ്, നല്ല അറിവുള്ളവരാണ്. അപ്പൊ അവർക്ക് എ സി അത് കേസുന്ന ഒരു പ്രശ്നമേ അല്ല. അതാണ് സ്റ്റിൽ ഇത് രണ്ടുമാണ് എന്റെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു പരാതി. അതാണോട് എഴുതി. ഞാൻ പരാതി പറയാറില്ലെന്ന് എഴുതി. പരാതി ഒന്നും പറയാറില്ലെന്നാണ് ചേച്ചി എഴുതി. ഞാൻ പറഞ്ഞത് അത് തന്നെയാ. എന്റെ മനസ്സിലുണ്ട് പറയാറില്ലെന്ന് ചേട്ടനും പറഞ്ഞു. പക്ഷെ എന്നാലും ഇങ്ങനെ രണ്ട് പരാതികൾ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ? ഓക്കെ, അപ്പൊ നമുക്ക് മനുവിലേക്ക് പോവാം. മനു, എന്ത് കാര്യത്തിലാ മനു അങ്ങനെ ഒരു പരാതി പറയാറ്? അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും. ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നു ഇപ്പോഴും. അങ്ങനെ പരാതിയായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാറില്ല. ഒന്നുമില്ല. പണിഷ്മെന്റ് തന്നേക്ക് രണ്ടുപേരും. ഇത് ഭാര്യ വീട്ടുകാർ കാണുന്നുള്ളതുകൊണ്ടാണോ ഒന്നും പറയാത്തെ? അല്ല. അങ്ങനെ പരാതി ഉണ്ടേ തുറന്നങ്ങ് പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ അങ്ങ് പരാതി ഒന്നും പറയാറില്ല. അപ്പൊ ഒന്നും പറയാറില്ല എന്നാണ് മനു പറയണത്. അപ്പൊ രാജി എന്താ എഴുതിയിരിക്കണേ നോക്കാം. ഞാൻ എഴുതി. രാജി ഒരു ആൻസർ എഴുതണമല്ലോ എന്ന് വിചാരിച്ചൊരു കാര്യം എഴുതിയിട്ടുണ്ട്. അച്ഛൻ കൊച്ചുമക്കളുടെ എല്ലാ കാര്യവും സാധിച്ചു കൊടുക്കുന്നത്. അതായത് കുറച്ച് ലാളിച്ച് വഷളാക്കാണ് എന്ന് പറയാറുണ്ടാവും അല്ലേ? അതൊന്നും ഒരു പരാതിയല്ല. അല്ല, അതൊന്നും ഒരു പരാതിയല്ലല്ലേ. എന്ത് പരാതി? പക്ഷെ എന്ത് ചെയ്യാനാ, രണ്ടുപേർക്കും ഇപ്പൊ പണിഷ്മെന്റ് കിട്ടാൻ പോവാണ്. ഈ ടാസ്ക് ഭർത്താക്കന്മാർക്കാണ്. കഴിക്കുക എന്നുള്ളതാണ് ടാസ്ക്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. എന്ത് കഴിക്കുക എന്നുള്ളതാണ്. മനു അവിടെ മുഖമൊക്കെ പൊത്തി. എന്താ മനു, എന്താ പ്രശ്നം? അവിടെ എന്താ കഴിക്കാനുള്ളത്? ഇപ്പൊ ഇവിടെ റമദാൻ ആയതുകൊണ്ട് കഴിക്കാൻ പാടില്ല. റമദാൻ ആയതുകൊണ്ട് കഴിക്കാൻ പാടില്ല. പക്ഷെ താങ്കൾ ഒരു പ്രൈവറ്റ് റൂമിൽ, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിൽ ഇരിക്കണം. അവിടെ നിന്ന് കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ അവിടെ എന്താ ഉള്ളത് കഴിക്കാൻ? ബിസ്ക്കറ്റ് ഉണ്ട്. ബിസ്ക്കറ്റ് നമ്മളുണ്ടല്ലോ, ബിസ്ക്കറ്റ് അല്ല, നമ്മളുണ്ടല്ലോ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും ഒന്ന് കരുതിയേക്കാൻ മനുവിനോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കരുതിയ കൂട്ടത്തിൽ നിന്നൊരു നല്ല പാവയ്ക്ക് നോക്കി എടുത്തേ മനു.
അത് വേണം. ചീള് കേസ്. ചീള് കേസ് ഒന്ന് ഇവിടെ ചീള് കേസാണ്. അപ്പൊ ഒരു പാവയ്ക്ക പച്ചയ്ക്ക് കഴിക്കുക എന്നുള്ളതാണ് ടാസ്ക്. സോ നിങ്ങളുടെ ടാസ്കിനുള്ള ടൈം ഇവിടെ തുടങ്ങാണ്. 1 മിനിറ്റ് സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആര് കഴിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. 1 മിനിറ്റിനുള്ളിൽ. ആ അപ്പോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കുരു കളയണോ? അല്ല എനിക്ക് നിർബന്ധമൊന്നുമില്ല. കുരുവൊക്കെ വേണമെങ്കിൽ ഇറക്കി കളയാട്ടോ മനു. എനിക്ക് നമ്മളെ സൗകര്യം ഇല്ല ഇവിടെ. അതിനുള്ള സൗകര്യം ഇല്ലേ? അല്ല കുരു ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് കളഞ്ഞൂടെ? ഇതേട്ടാ ഇവിടെ കട്ട് ചെയ്തൊക്കെ നല്ല ടേസ്റ്റ്. അവിടുത്തെ പാവയ്ക്കൊക്കെ കയ്പ്പ് കുറവെന്ന് തോന്നുന്നു. ഇവിടെ കയ്പ് കുറവായിട്ടല്ല, ഈ മുഖത്ത് എക്സ്പ്രഷൻ കുറവായിട്ടാ. എനിക്ക് ഇതിന് കയ്പ് കുറവാ. കയ്പില്ല. ആണോ? കഴിച്ചു നോക്കണ്ടോ? അശ്വതിക്കാണോ? വേണ്ട എനിക്ക് വേണ്ട. മനു ധൈര്യമായിട്ട് ധീരതയോടെ. ഓക്കെ ടൈം ഓഫ് ടൈം ഓഫ്. മനു രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഫിനിഷ് ഫിനിഷ്. അപ്പോ നമ്മുടെ ബേസിലേട്ടൻ കഴിച്ചത് ഇത്രയാണ്. ഇത് കൂടെ വെക്കാണ് ഞാൻ. ഒരു പാവയ്ക്കയുടെ പകുതി. കൈപ്പിൽ കൂടെ കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ എന്നാലും ഇതിനെ കഴിഞ്ഞും കൂടുതലുണ്ടല്ലോ അവിടെ മനുവിന്റെ കയ്യില് ഇല്ലേ? സോ മനു താങ്ക് യു സോ മച്ച്. സോ നമുക്ക് 3rd ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മനു ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ സുമ ചേച്ചി, രാജി രണ്ടുപേരും ശ്രദ്ധിച്ച് കേൾക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഭർത്താവിന്റെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്ന എന്ത് ക്വാളിറ്റികളാണ് ഭാര്യയ്ക്ക് ഇല്ലാത്തത്? ഭർത്താവിന്റെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്നതില് ഭർത്താവിന് പണ്ട് ഭയങ്കര സങ്കല്പങ്ങളൊക്കെ ഉണ്ടായി. നിങ്ങളുടെ രണ്ടുപേരും സ്പെഷ്യലി അറേഞ്ച്ഡ് മാരേജും കൂടെ ആവുമ്പോ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ചില സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ സങ്കല്പത്തിന്റെ ഒപ്പം എത്താൻ ഭാര്യ ശ്രമിക്കുന്ന കാര്യങ്ങൾ. സുമ ചേച്ചിയൊക്കെ 10-16 വർഷം ആയതുകൊണ്ട് ആ സങ്കല്പത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ ആദ്യകാലത്തെ ആ സംഭവം എന്തായിരുന്നു? മനു പറയൂ, എന്ത് കാര്യത്തിലാണ് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നത് സങ്കല്പത്തിൽ നിന്ന്? ഇത് അതായത് എന്താ പറയുക, ഞാൻ സ്വഭാവമല്ല, ഞാനതാ ഫീച്ചറിന് ഞാൻ ചോദിച്ചതാ. പക്ഷെ എനിക്കതൊരു കുറവായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഒരിക്കലും കംപ്ലൈന്റ് പറഞ്ഞില്ല. പക്ഷെ അവർക്ക് സ്വയം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് എപ്പോഴും. ഈ എന്റെ സങ്കല്പത്തില് എന്താ പറയുന്നത്, വളരെ നീളമുള്ള മുടി വേണം എന്നൊരിത്. അപ്പോ അത് അവളിടക്കിടക്ക് ഇങ്ങനെ നമ്മളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും, ചോദിക്കും. മനസ്സിലായി? ആ നീളം മുടി വരാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇല്ല, അതിന് പ്രത്യേകിച്ച് അവളൊന്നും ചെയ്യാറുമില്ല. പക്ഷെ കാരണം അവളുടെ എന്താ മുഖത്തിന് അവള് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ആള് ഭംഗി എന്ന് പറഞ്ഞാൽ അവള് മുടി കട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷെ അതൊരു ഇതാണ്. അപ്പൊ നീളം മുടി വേണം എന്നുള്ളതാണ് സങ്കല്പത്തിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് ഭാര്യയ്ക്ക് ഇല്ലാതിരുന്നൊരു സംഭവം എന്നാണ് മനു എഴുതിയിരിക്കുന്നത്. ഇതിൽ രാജി എഴുതിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല, പിന്നെ നീളൻ മുടി ഇഷ്ടമാണ്. എന്താണ്? പങ്ക്ച്വാലിറ്റി കുറവാണ്. ഇപ്പൊ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് മുടി നീട്ടാൻ വേണ്ടി. അല്ല അതല്ല, വേറെ അങ്ങനെ മുടിയുടെ കാര്യത്തിലല്ല, പൊതുവെ പങ്ക്ച്വാലിറ്റി കുറവാണെന്ന്. അല്ല, ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോ എപ്പോഴും ഞാൻ ലേറ്റ് ആവാതെ മനുവിന് ഭയങ്കര ദേഷ്യമാവും. എന്നിട്ട് ഞാൻ അതൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല. എന്റെ ഭാര്യയിലെ ഭാര്യ പങ്ക്ച്വാലിറ്റി വേണം ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എന്നോട് പറയും നീ ലേറ്റ് ആയിട്ട് ഇറങ്ങാന്നിങ്ങനെ പറയും. അത് അപ്പൊ നമുക്ക് ഇവരുടെ അടുത്തേക്ക് വരാം. എന്താണ് ചേട്ടാ സങ്കല്പത്തിൽ നിന്ന് ഭാര്യയ്ക്ക് ഉണ്ടായിരുന്ന വ്യത്യാസം? ഒരു കല്യാണം കഴിഞ്ഞ സമയത്ത് വെറുതെ ഇങ്ങനെ വ്യത്യാസം പറഞ്ഞാൽ അതിനൊരു സുഖം ഉണ്ടാവില്ല. അല്ലല്ല, കഥയായിട്ട് പറഞ്ഞാൽ മതി. കഥയല്ല, ഇവൾക്ക് പുതിയ ആളുകളെ പരിചയപ്പെടുമ്പോൾ ഒരു മിഷൻ ഉണ്ടായിരുന്നു. ഐ മീൻ ഒരു തരം സഭാകമ്പം, ഒരു പുതിയ ആൾക്കാരോട്. അപ്പൊ അത് ഒന്ന് ഇവള് റിക്കവർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് എന്നെക്കാളും ആളാണ്. പിന്നെ ഇവളുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് സ്കില്ല് കൂട്ടണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. പിന്നെ പാചകം ചെയ്യാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒട്ടുമേ അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെ ഒട്ടുമേ അറിയില്ല. ഞങ്ങള് ഒരുപാട് ഭക്ഷണ വസ്തുക്കൾ കനാലികൾ ഒഴുകി കളഞ്ഞിട്ടുണ്ട് പാചകം ചെയ്ത് ശരിയാകാൻ വേണ്ടിട്ട്. ഈ 3 കാര്യങ്ങളാണ് ഇദ്ദേഹം ഡെവലപ്പ് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. ചേച്ചി എഴുതിയിരിക്കുന്ന ആൻസർ എന്താണെന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ചേച്ചി എഴുതിയിട്ടുള്ള എന്താ അറിയോ? പേടിയുണ്ടായിരുന്നു.
അത് എന്തിലാന്ന് എഴുതിയിട്ടില്ല, പേടിന്ന് മാത്രം എഴുതിയിട്ടില്ല. എല്ലാം പേടിയായിരുന്നു. എല്ലാം പേടിയായിരുന്നു. കുക്കിംഗ് അറിയില്ല, ഒരാളോട് സംസാരിക്കാൻ അറിയില്ല. ഇപ്പൊ മൊത്തം പേടിയല്ലേ. ഇപ്പൊ എനിക്ക് കുക്കിംഗ് അറിയാം, എല്ലാരോടും സംസാരിക്കാനും അറിയാം. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഒരു പേടിയില്ല. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ പേടി എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെന്താ അറിയോ ചേച്ചി എഴുതിയിരിക്കുന്നത്, രാവിലെ എഴുന്നേക്കുന്നില്ല. അത് ശരിയാട്ടോ, അത് ഞാൻ പറയാൻ വിട്ടു. അത് ഇപ്പോഴും രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയാ. എനിക്ക് എന്റെ പ്രശ്നം, ഞാൻ എങ്ങനെയൊക്കെ താമസിച്ചാലും 4:30 എന്തെങ്കിലും ചെയ്യണ്ടേ. 4:30-ക്കോ? ഞാൻ ഇതിന്റെ ഇടയ്ക്ക് അതൊക്കെ ദ്രോഹമാണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് സംഭവം. അപ്പൊ ഇവർക്ക് എന്ത് പണിഷ്മെന്റ് കൊടുക്കണോ വേണ്ടയോ? നമ്മുടെ രാവിലെ എഴുന്നേക്കുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ബാക്കി 3 ഒറ്റ വാക്കിൽ അവള് പറഞ്ഞു. ഞാനത് 3 ചേച്ചി പേടിന്ന് മാത്രമേ എഴുതി. ഈ സഭാകമ്പത്തിന് അതിന് പറഞ്ഞ സംഭവമാണ് ഉള്ളിലുള്ള പേടി. അത് തന്നെയാണ്. അതായിക്കോട്ടെ, പക്ഷെ ഇവരുടെ ആൻസർ കംപ്ലീറ്റ് ശരിയായിട്ടില്ലല്ലോ, പകുതിയല്ലേ ശരിയായുള്ളൂ. വേണമെങ്കിൽ പറഞ്ഞ് ചെയ്യാം. ദീപ ചേച്ചി കൊടുക്കാം അല്ലേ? സോ ഇത് നല്ലൊരു രസമുള്ളൊരു ടാസ്ക് ആണ് നമ്മൾ രണ്ടുപേർക്കും തരാൻ പോകുന്നത്. ആ ടാസ്ക് എന്താണെന്ന് വെച്ചാല് കരിക്ക് ചെത്തണം. സോ രാജിക്ക് പങ്ക്ച്വാലിറ്റി ഇല്ലാത്തതിന്റെ പേരിൽ രാജിയും, അതുപോലെ സുമ ചേച്ചി രാവിലെ എഴുന്നേക്കാത്തതിന്റെ പേരിൽ സുമ ചേച്ചിയും കരിക്ക് വെട്ടാൻ പോവാണ്. റെഡി അല്ലേ? ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. രാജി പെട്ടെന്ന്. രാജി പതുക്കെ പതുക്കെ പതുക്കെ. രാജിയുടെ വെട്ട് കണ്ടാ അറിയാം രാജി ഇടയ്ക്കിടയ്ക്ക് കരിക്ക് വെട്ടാറുണ്ട്. രാജി ഒന്നും കൂടെ ആലോചിച്ച് നോക്കി, അവിടെ തന്നെയാണോ വെട്ടുന്നത്? അല്ലേ? അങ്ങോട്ട് നോക്കിയേ, ശിഷ്യത്വം. അതെ. ഇതല്ല എനിക്ക് രാജി. ഇത് പിടിക്കും. ഞങ്ങൾ രണ്ടും കൂടിയാ. രാജി കൈ കൈ. ഇല്ലല്ലേ? ചേട്ടാ എനിക്ക് കുറച്ച് വെച്ചേക്കണം കേട്ടോ. പേടിക്കുന്ന കേട്ടോ, ഒരു കുഴപ്പമില്ല. രാജിക്ക് അതിനൊരു വശം കിട്ടിയിട്ടില്ല ഇതുവരെ, അതുകൊണ്ടാണ്. ലാസ്റ്റ് 1 മിനിറ്റ് ആണ്. എന്തെങ്കിലും പ്രശ്നം? രാജി ഞാൻ പറഞ്ഞ വെട്ടില്ല. ഇല്ല, അവര് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ രാജി വെട്ടിയ കരിക്കേ കുടിക്കുന്നുള്ളൂ. സീമ ചേച്ചി കരിക്ക് ക്ഷീണിച്ചിരിക്കുകയാണ്, രാജി ക്ഷീണിച്ചിരിക്കുകയാണ്. വല്ലതും നടക്കുവോ? രാജി ടൈം അപ്പ്, ടൈം അപ്പ്, ടൈം അപ്പ്. അതിലാണ് എന്റെ പ്രതീക്ഷ. അടിപൊളി. ചേച്ചി 3 കരിക്ക് വെട്ടിയിരിക്കുകയാണ്. 16 വർഷത്തെ സേവന പാരമ്പര്യം. ഇത് ഞാൻ കുടിക്കാൻ പോവാട്ടോ. എക്സ്ക്യൂസ് മീ. ഞങ്ങളും കുടിച്ചേക്കാം. ഞങ്ങൾ കുടിക്കാൻ പോവാ. ഹലോ, അവനവൻ വെട്ടി അവനവൻ കുടിക്കണം, മനസ്സിലായോ? സോ നമ്മുടെ ടാസ്ക് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള മത്സരം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്താണ് ഇവർക്ക് ഈ ഒരു റൗണ്ടിന് അവസാനം കിട്ടാൻ പോകുന്ന മാർക്സ് എന്ന് സീമ ചേച്ചിയോട് ചോദിക്കാം. സീമ ചേച്ചി, ഈ ഭാര്യ ഭർത്താവ് എന്നുള്ളത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കൊല്ലങ്ങൾ മരിക്കുന്നവരെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഇതെന്ത് രസമായിട്ട് അവർ ചെയ്ത് കാണിച്ചേ. അസലായിരുന്നു. ബിക്കോസ് ഭർത്താവിൻ്റെ കുറ്റങ്ങളും ഭാര്യയുടെ കുറ്റങ്ങളും അത് മനസ്സിലാക്കണം ആദ്യം, എന്താ ഏതാന്നുള്ളത് 4 പേരുടെ ഇടയ്ക്ക് പറയാനും ബാക്കി എല്ലാ കാര്യത്തിലും ഈ കപ്പിൾസ് കണ്ട് പഠിക്കണം എന്നാണ് എൻ്റെ ഒരു. സോ രാജിക്ക് ഈ ഒരു കപ്പിൾ റൗണ്ടിൽ കിട്ടുന്ന മാർക്സ് എന്താണ്? ഔട്ട് ഓഫ് 100 75. 75 ആണ് രാജിക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക്. രാജി, ഓൾ ദി ബെസ്റ്റ്. അപ്പോ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. നിങ്ങൾക്ക് മാർക്ക് വേണോ? വേണ്ട, ഒരു കാര്യം പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. ഞാൻ ഇത് തമാശയായിട്ടല്ല, വളരെ കാര്യമായിട്ട് പറയണേ. ഞാൻ ഈ യാത്ര ചെയ്യുമ്പം പല കുടുംബങ്ങളെയും കാണാറുണ്ട്. ചിലപ്പോൾ കപ്പിൾസായിട്ട് വന്നവരെ അല്ലാത്തവരെ കാണാറുണ്ട്. ഈ ഒന്നിച്ചുള്ള യാത്രയിൽ ഈ ജീവിതം ഒരു യാത്രയാണ്.
ആ യാത്രയിൽ ഈ നമ്മൾ ഗൾഫിലൊക്കെ ജോലി ചെയ്യുമ്പോൾ വൈഫിനെ പിരിഞ്ഞിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ഒരു വല്ലാത്ത വേദനയാണ്. ഇവർക്ക് ആ ഒരു പ്രണയം കൂടെ ഉള്ളിലുള്ളതുകൊണ്ട് അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും. അങ്ങനെയുള്ള നിങ്ങൾ എപ്പോഴും വളരെ സന്തോഷമായിട്ട് അങ്ങോട്ട് ഹാപ്പി ആയിട്ടിരിക്കണം. പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ പലതും വരും, അതിലൊന്നും കണ്ട് നമ്മൾ കുലുങ്ങരുത്. അപ്പം വളരെ സന്തോഷമായിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോട്ടെ. ജീവിതം ആഫ്റ്റർ ഓൾ അതാണ് ഏറ്റവും വലുത്. ആ ഒരു ജീവിതത്തിൽ ചേച്ചി റൈറ്റ്ലി പറഞ്ഞ പോലെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക എന്നുള്ള, ഞങ്ങൾ ഈ അണ്ടർസ്റ്റാൻഡിങ് ആവാൻ ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ ഉടനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നില്ല. അത് ഡേ ബൈ ഡേ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. ഡെഫിനറ്റ്ലി യു ഓൾസോ ക്യാൻ. കരിക്കുകൾ ഒരുപാട് വീട്ടിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ജീവിതമാവുന്ന യാത്രയിൽ എന്നും കണ്ടിട്ടില്ല ഇങ്ങനെ ബൈക്കിൻ്റെ പുറകിൽ നിന്നിട്ട് കുച്ചുന കഹോ എന്നൊക്കെ പാടി പോട്ടെ. സോ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും വീണ്ടും നമ്മുടെ ഈ വേദിയിലേക്ക് ഒരുമിച്ച് വന്നതിൽ നിങ്ങളെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ പോകുന്നതിന് മുൻപ് ഒരു പാട്ടും കൂടെ നമുക്ക് വേണ്ടി ഫൈനലായിട്ട്. കൊമ്പിൽ കീലക്കും കെട്ടി ഉള്ളലിഞ്ഞ പന്തുരുട്ടി ലാടം വച്ച കുഞ്ഞിക്കൂളം പഠിച്ചോടിക്കോ കാളെ മടിക്കാതെ. കൊമ്പിൽ കീലക്കും കെട്ടി ഉള്ളലിഞ്ഞ പന്തുരുട്ടി ലാടം വച്ച കുഞ്ഞിക്കൂളം പഠിച്ചോടിക്കോ കാളെ മടിക്കാതെ. നേരം പോയി നേരം പോയി നേരം പോയി കണ്ണിൽ വിളക്കും വെച്ച് കന്നിപ്പൂവും പെണ്ണൊരുത്തി ദൂരെയൊരു കൂരയിൽ എന്നെയും തേടി തളർന്നങ്ങിരിപ്പാണേ. നേരാണേ നേരാണേ നേരാണേ. താങ്ക് യു. ஏன் இப்படி முகமெல்லாம் வேர்த்து கொட்டுறது? எனக்கு தெரியல. அச்சச்சோ, ஏன் இப்படி கையெல்லாம் படபடன்னு நடுங்கிறது? எனக்கு தெரியல. உட்காருங்க. பகலெல்லாம் பாடுபட்டா விளைஞ்சதெல்லாம் வீடு வரும் செல்லமே 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 தங்கமே தங்கமே என் செல்லமே செல்லமே தங்கமே தங்கமே. മോനെ പോയി അടിക്കറാക്കല്ലേ. മോനെ കുഞ്ഞൂട്ടാ. हमको कहते सुपरमैन on करनो हैंडीकैप from the AM to PM बंदे एक्चुअल सर्विसमैन. हमको कहते सुपरमैन on करनो हैंडीकैप from the AM to PM बंदे एक्चुअल सर्विसमैन. ஒரு வாட்டி முடிவு பண்ணிட்டேன்னா என் பேச்ச நானே கேட்க மாட்டேன்.
வெட்டு கத்தி பாட போறேன் என்ன பத்தி கேளுங்கடா வாய பொத்தி ஆடுங்கடா என்ன சுத்தி நான் ஐயனாரு வெட்டு கத்தி பாட போறேன் என்ன பத்தி கேளுங்கடா வாய பொத்தி கடா வெட்டி பொங்க வச்சா காளியதா பொங்கலடா துள்ளிக்கிட்டு பொங்க வச்சா ஜல்லிக்கட்டு பொங்கலடா அடிய உதையும் கலந்து வச்சு விடிய விடிய விருந்து வச்சா போக்கிரு பொங்கல் போக்கிரு பொங்கல் இடுப்பு எலும்ப ஒடிச்சு வச்சு அடுப்பில்லாம எறிய வச்சா போக்கிரு பொங்கல் போக்கிரு பொங்கல் ஆடுங்கடா என்ன சுத்தி நான் ஐயனாரு வெட்டு கத்தி பாட போறேன் என்ன பத்தி கேளுங்கடா வாய பொத்தி அடிய உதையும் கலந்து வச்சு விடிய விடிய விருந்து வச்சா போக்கிரு பொங்கல் போக்கிரு பொங்கல் இடுப்பு எலும்ப ஒடிச்சு வச்சு അടുപ്പില്ലാമ എറിയ വെച്ച പോക്കിരി പൊങ്കൽ പോക്കിരി പൊങ്കൽ. അപ്പൊ എന്താണ് ഈ പാട്ട് ഈ പാലക്കാട് നിന്ന് വന്നുകൊണ്ടാണോ ലീന ഈ പാലക്കാട്ട് പക്കത്തിലെ പാട്ട് സെലക്ട് ചെയ്ത്? അതല്ല, ഒരു ഫോക്ക് സോങ് ആണെങ്കിൽ എൻ്റെ മക്കൾക്ക് നന്നായിട്ട് ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റും. ഇയാളെ കുറച്ച് ഡാൻസ് ചെയ്യും. അപ്പൊ അതിനു വേണ്ടി എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഈ പാട്ട് സെലക്ട് ചെയ്തത്. ഇവര് ഡെപ്പാങ്കുത്ത് ഇഷ്ടമാണ്. ഓ മൈ ഗോഡ്. ലീന, കുഞ്ഞുങ്ങളുടെ പേരെന്തുവാന്ന് അതേ പറ. നവനീത്. നവനീത് ആൻഡ് നിജിൻ. നിജിൻ. സൂപ്പർമാൻ. ഓ മൈ ഗോഡ്. ആക്ച്വലി ലീന ഡാൻസ് ചെയ്തോ ഇല്ലയോ എന്നൊന്നും ഞാൻ നോക്കിയില്ല. എന്റെ കണ്ണ് രണ്ടുപേരുടെയും മുകളിലായിരുന്നു. ആൻഡ് മൈ ഗോഡ്, ഹി ജസ്റ്റ് എന്തോ നമ്മള് ഹി ടുക്ക് ദ കേക്ക് എന്ന് പറയത്തില്ലേ, ഇവിടെ ആണെങ്കിൽ ഹി ടുക്ക് ദ കേക്ക്, ഹി ടുക്ക് ദ ബേക്കറി, ഹി ടുക്ക് ദ ബേക്കർ, എല്ലാരും എടുത്തു. You are fabulous. ഞാൻ കണ്ടപ്പോൾ ഞാൻ അങ്ങ് അതിശയിച്ചു. I said I love this because ഓരോ like everything's what expression and what action and everything, he got it so right. ஒரு வாட்டி முடிவு பண்ணிட்டேன்னா என் பேச்ச நானே கேட்க மாட்டேன். ഇന്ന് ലീനയുടെ ദിവസം അല്ല, ഇന്ന് കൊച്ചുമക്കളുടെ ദിവസങ്ങൾ. ആൻഡ് ഈ ഒരു റൗണ്ടിൽ രണ്ട് കുഞ്ഞുങ്ങളും അമ്മയും ആയതുകൊണ്ട് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ ലീന. ഓക്കെ, താങ്ക് യു മാം. സൂപ്പർമാൻ, റോക്കിംഗ്, എന്തൊരു സ്റ്റൈലായിരുന്നു വിജയ്. ഇവിടെ കേരളത്തിൽ എല്ലാവർക്കും വിജയിന്റെ ഡാൻസ് ഭയങ്കര അതാണ്. ആ വിജയിന്റെ ലുക്കും ഡാൻസും ഭയങ്കര അതാണ്. ആക്ഷനൊക്കെ ഭയങ്കര നല്ല ആറ്റിറ്റ്യൂഡിൽ നന്നായിട്ട് ചെയ്തു. നല്ല പ്രസന്റേഷൻ. സ്റ്റേജിൽ വന്നിട്ട് ഒരു ഫിയർ ഇല്ല, ഒന്നുമില്ല, അടിച്ച് തകർക്കാണ് രണ്ടുപേരും. ഞാൻ അമ്മനെ കണ്ടിട്ടേ ഇല്ല, അത്രയും നന്നായിട്ട് ചെയ്ത്. ഇവിടെ വാ, എനിക്കൊരു ഹഗ്. സോ ബ്യൂട്ടിഫുൾ, അത്രയും നന്നായിട്ട് ചെയ്ത് കേട്ടോ. ബ്രില്യന്റ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? 10 on 10 നിനക്ക്. മക്കളൊക്കെ അടുക്കളയിൽ കയറാറുണ്ടോ ലീല? എന്നെ സഹായിക്കാം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ സഹായിക്കാറുണ്ട്. മോൻ സഹായിക്കാറുണ്ട്. ഓക്കെ, മോന് 11 വയസ്സായി. ഓക്കെ, അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള ടാസ്ക് കൊടുക്കണ്ടേ? ആള് സൈസ് ചെറുതാണെങ്കിലും പക്ഷെ നമുക്ക് ടാസ്കിൽ അങ്ങനെ കുറയ്ക്കണോ? അല്ലേ, നമ്മൾ പക്ഷെ ഒരു കുഞ്ഞു ഗെയിമാണ് തരാൻ പോകുന്നത്. ഒരു കുഞ്ഞൊരു അടുക്കള പരിപാടികൾ രണ്ടുപേർക്കും കൂടിയുള്ള ടാസ്ക് ആണ് കേട്ടോ. ദോശ ചുടണം, ഒരു ജ്യൂസ് ഉണ്ടാക്കണം, രണ്ടുപേർക്കും കഴിക്കേണ്ടത്ര ദോശ, അവർക്ക് വേണ്ടത്ര ജ്യൂസ്. ആ കിച്ചണുള്ള ആ സ്പേസ് ഒന്ന് ക്ലീൻ ചെയ്യണം, അത്രേ ഉള്ളൂ. ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ അടുപ്പിച്ചു തരും. എന്ത് ചെയ്യണം, ആര് ചെയ്യണം എന്നുള്ളത് ലീന അവർക്ക് ഡിവൈഡ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക. റെഡി അല്ലേ? റെഡി. ഓക്കെ, നമ്മുടെ നവനീതാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഗ്യാസ് കത്തിച്ചു. ദോശ. ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കണ്ടേ? ഗ്യാസ് ഒക്കെ കുറച്ചു, അതിന്റെ ഫ്ലെയിം കുറച്ചു.
ഗുഡ്. മിടുക്കൻ. ഓക്കേ, അടുത്ത ദോശ ചൂടാണോ? ഇപ്പൊ അതൊക്കെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ സമയം കിട്ടുമോ? ശ്രദ്ധിച്ചു. ദോശ കൂടെ നോക്കിയേ. ഞങ്ങൾ ഫ്ലെയിം കുറച്ചിട്ടുകൊണ്ട് ദോശ പതുക്കെ ആവണുള്ളൂ. അനിയൻ സഹായിക്കുന്നുണ്ട് കേട്ടോ ചേട്ടനെ. ദോശ ഇത്തിരി കൂടെ ആവണമായിരിക്കും, ഇതിലെടുക്കാൻ പറ്റുള്ളൂ. ബാക്കി ചെയ്തോ. ലാസ്റ്റ് 1 മിനിറ്റ് ആണുള്ളത്. 1 മിനിറ്റ് കൂടി ഉള്ളൂ, നമുക്ക് ജ്യൂസ് ഫിനിഷ് ചെയ്യണം. സമയം കഴിയാണ്. യെസ്, ആൻഡ് ടൈം ഔട്ട്. സോ നമ്മുടെ ലീനയുടെയും കുട്ടികളുടെയും പെർഫോമൻസ് റൗണ്ട് ആയിരുന്നു. അതിന്റെ എൻഡിൽ കുട്ടികളുടെ വക ഒരു കുഞ്ഞൊരു ടാസ്ക് കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പൊ എന്താണ് ജഡ്ജസ് കമന്റ്സ്? നന്നായിട്ട് ടാസ്കും ചെയ്തു നവനീത്. യെസ്, ഹീൽ മേക്ക് എ ഫാബുലസ് ഹസ്ബൻഡ് ഒരു ദിവസം. വലുതായി നല്ലൊരു ഭർത്താവ്, നല്ലൊരു കുട്ടി. അവന് നാണം വരും. സാരില്ല, കുറേ വർഷമുണ്ട് നീ. ബട്ട് ഹി വിൽ, ബിക്കോസ് It's good. And ഇത് കാണുമ്പോൾ നമുക്കറിയാം നവനീത് ലീനെ ഹെൽപ്പ് ചെയ്യും കിച്ചണില്. യുനോ എല്ലാം തുടച്ചെടുത്ത് എല്ലാം അവിടെ. പിന്നെ ആ കൊച്ച് സൂപ്പർമാൻ ആണെങ്കിൽ എല്ലാരെയും ഹെൽപ്പ് ചെയ്യാൻ റെഡി. അപ്പൊ അവനൊരു റോക്ക് സ്റ്റാറും ഇവനൊരു ഫാബുലസ് കുടുംബസ്ഥൻ. ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ദോശയല്ലേ, മാവ് ഒഴിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് പഠിച്ചു കൊടുത്തിട്ടുണ്ട് അമ്മ നന്നായിട്ട്. അതുകൊണ്ട് അവൻ നന്നായിട്ട് ആ സ്റ്റൈലിൽ തന്നെ, ഇല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് തേക്കും പിള്ളേര്. അത് പക്ഷെ അവൻ കറക്റ്റ് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത്. രണ്ടാമത് ഒരു സാധനം എടുക്കുമ്പോഴും എല്ലാ സാധനവും ക്ലീൻ ആയിട്ട് തുടച്ചിട്ടാണ് വെച്ചത്. അപ്പൊ നല്ല ഇതായിരുന്നു. പിന്നെ ഫ്ലെയിം വന്ന് കുറച്ചത്, അതൊക്കെ ഒരു ഭയങ്കര, എല്ലാം വലിയ ആൾക്കാർക്ക് പോലും അങ്ങനെ തോന്നില്ല കറക്റ്റ് സ്പോട്ടിൽ വന്ന് നിന്നിട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഇത്രയും മെച്യൂരിറ്റി ഇത്രയും ചെറിയ പ്രായത്തിൽ കിട്ടിയിരിക്കുന്നത് തന്നെ വലിയ കാര്യം. അവന് കുറച്ച് മെച്യൂരിറ്റി ഉള്ള ആളാണ്. ഈ ചെയ്യുന്ന സമയത്ത് ഏട്ടനാണെങ്കിലും അടുക്കളയിൽ വരണ്ട ചെയ്യണ്ട പറയില്ല. ഞങ്ങൾ ആൺകുട്ടികളല്ലേ ഉള്ളൂ, പെൺകുട്ടികളില്ലല്ലോ. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും കൂടെ, പക്ഷെ പതുക്കെ ആവുള്ളൂ. ഈ കാലത്ത് ആൺ പെണ്ണ് അങ്ങനെയൊക്കെ ഒന്നുമില്ല, പാർഷ്യാലിറ്റി ഒക്കെ ഒന്നും നോക്കരുത്. നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം, പിള്ളേർ എല്ലാ ജോലിയും പഠിപ്പിക്കണം. എല്ലാവരും സ്വയമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പഠിക്കണം. കുട്ടികൾ മൊത്തമുള്ള ഈ ഒരു പെർഫോമൻസ് റൗണ്ടിൽ നമ്മുടെ ലീനയ്ക്ക് എത്ര മാർക്സ് ആണ് കിട്ടുന്നത് നോക്കാം. ഈ മാർക്സ് മുഴുവനും കുട്ടികൾക്ക് വേണ്ടിയാണ്, ലീനയ്ക്ക് വേണ്ടിയല്ല. ഐ മീൻ ലീനയുടെ ഡാൻസ് വാസ് ഓക്കെ അല്ലേ, ബട്ട് the two kids were fabulous. ഇതും ടാസ്കിലും മറ്റിലും you get 86 on 100. Thank you ma'am. So 86 on 100 അതാണ് ലീനയ്ക്കും കുട്ടികൾക്കും ചേർന്ന് ഈ ഒരു റൗണ്ടിൽ കിട്ടുന്ന സ്കോർ. चंदा चमके चम चम चीखे चौकन्ना चोर चीटी चाटी चीनी चटोरी चीनी घोर. चंदा चमके चम चम चीखे चौकन्ना चोर चीटी चाटी चीनी चटोरी चीनी घोर. इतना मुश्किल ये गाना जरा गा के दिखाना. चंदा चीनी चमके चाटे चौकर
പെർഫോമൻസ് റൗണ്ട് വിത്ത് ദ കിഡ് എന്ന് പറയാൻ പറ്റില്ലോ, വിത്ത് ബേബി 9 month ജഗൻ. ജഗൻ എന്നാണ് ആളുടെ പേര്. ആളെന്തായാലും കരച്ചിലൊന്നും ഇല്ലാണ്ട് അഞ്ജലിയുടെ കൂടെ അത്ര സമയം ഇരുന്നു. Over to judges. How tall are you? 5'8". 5'80" ഉള്ളോ? You come across as if you're 5'9", 5'10", you know? And അത്രയും പൊക്കമുള്ള with everything you do should be graceful. It wasn't, unfortunately. And Anjali's strong point alla dancing. Yes, Alle? definitely. I know. And you looked uncomfortable. It was kaalum kayyum matram all over the place. And appam കാണുമ്പോൾ എനിക്കറിയാം Anjali is not comfortable here. That wasn't your strong point. You can't be good at everything, അല്ലേ? Yes. സോ നമുക്ക് അടുത്തൊരു ഘട്ടം കൂടി ഉണ്ട്. ഈ അമ്മയുടെയും കുഞ്ഞിൻ്റെയും പെർഫോമൻസ് റൗണ്ടിൽ നമ്മൾ കുഞ്ഞിനെ ഇൻവോൾവ് ചെയ്യിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയൊരു പാർട്ടും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ കുഞ്ഞാണ്, തീരെ ബേബി. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ ഫ്ലോറിൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും കുട്ടി അല്ലേ? സോ ഇതിൻ്റെ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമുക്ക് അഞ്ജലിയുടെ ഹസ്ബൻഡിൻ്റെ സഹായം കൂടി വേണം. സോ അതുകൊണ്ട് അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ ലിജുവിന് നമ്മളൊരു കുഞ്ഞു ടാസ്ക്കാണ് കൊടുക്കുന്നത്. മോനെ ഒന്ന് ഒരുക്കി റെഡിയാക്കണം. ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ തരാം. അപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് അച്ഛനൊന്ന് മോനെ ഒരുക്കണം. ആരിരോ ആരാരിരോ ഇത് തന്തയിൻ താലാട്ട് ഭൂമിയെ പുതിതാനത് ഇവൾ മഴലയിൻ മൊഴി കേട്ട് ഓ തായാക തന്റെ മാറും ഒരു കാവ്യം ഓ ഇവൻ മറിந்த കിറുക്കലിൽ ഇവളോ ഉയരുവിൻ ഇരുവുയിർ ஒன்று சேர்ந்து இங்கு ஓர் உயிராகுதே கருவறையில்லை என்ற போதும் சுமந்திட தோணுதே വിഴിയോരം ഈരം അത്രയും സമ്മതിക്കുന്നുള്ളോ? അച്ഛന്റെ വകയുള്ള റെഡിയാക്കലാണ് നമ്മൾ കണ്ടത്. കുറച്ച് കഷ്ടപ്പെട്ടു അല്ലേ? ഇത് ചെയ്യാറുണ്ടോ? തന്നെ ചെയ്യാറുണ്ടോ? ഡ്രസ് മാറ്റലൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് ജഡ്ജസിലേക്ക് പോവാം. അമ്മമാരാ ഇതൊക്കെ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അച്ഛന്മാര് ചെയ്ത് നോക്കുമ്പോഴാണ് അറിയുന്നത് അയ്യോ ഇത് ഇത്രയും പാടാണ്. ഇത്രയും കൊച്ചു കുഞ്ഞായതുകൊണ്ട് ഓഫ് കോഴ്സ് ഇറ്റ്സ് എ സ്ട്രഗിൾ. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ഫോർ ഹർ ടു ഡാൻസ്. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ഫോർ യു ടു ഡു ദിസ്. ദിസ് വാസ് എ ഡിഫിക്കൽട്ട് റൗണ്ട് രണ്ടുപേർക്കും. എന്താണ് ഈ ഒരു കുഞ്ഞു മൊത്തമുള്ള പെർഫോമൻസ് റൗണ്ടിൽ നമ്മുടെ അഞ്ജലിക്ക് കിട്ടുന്ന മാർക്ക്? 77 on 100. നിരപറ മലയാളി വീട്ടമ്മ പ്രസന്റഡ് ബൈ ചുങ്കത് ജ്വല്ലറി, co-branded by Sera and ശകുന്തള ഹെർബൽ ഹെയർ ഓയിലിന്റെ മറ്റൊരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുകയാണ്. മനോഹരമായ ഒട്ടേറെ കാഴ്ചകളുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ it's a bye from